ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീസ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചസ് ആണ്. വളരെ ടേസ്റ്റിയും എമ്മിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ബോയിൽഡ് പൊട്ടറ്റോസ്. അപ്പോൾ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് അവിച്ചെടുക്കുക, പിന്നെ ക്യാബേജ് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്താൽ വളരെ ടേസ്റ്റ്. അതുപോലെ ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും ഇതുപോലെ കൊത്തി അരിയണം, അപ്പോൾ വളരെ ചെറുതായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേണ്ടത് ചീസാണ്. അപ്പോൾ ചീസ് നമുക്ക് എത്ര ചേർക്കാമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്നിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, കൊറിയൻഡർ ലീവ്സ് ഉണ്ട്, പിന്നെ പെപ്പറുണ്ട്, കുറച്ച് കായപ്പൊടിയുണ്ട്, പിന്നെ ഞാൻ നേരത്തെ അവിച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ട്, വെജിറ്റബിൾസും ചീസും നമ്മൾ അതിൽ ആഡ് ചെയ്തു, ഉപ്പുണ്ട്, സോൾട്ട് ഉണ്ട്. ഇതെല്ലാം കൂടി ഉണ്ടല്ലോ നന്നായിട്ട് കൈവച്ചോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചോ നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലും വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഈ വെജിറ്റബിൾസൊക്കെ ആ ബ്രെഡിനുള്ളിൽ വെക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ സൈഡ് കണ്ടിച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ സൈഡ് കണ്ടിക്കുന്നത്. പിന്നെ ഞാൻ സൈഡ് കണ്ടിച്ചും സൈഡ് കണ്ടിക്കാതെയും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ സാൻഡ്വിച്ചസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ രാവിലെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ നെയ്യ് ഉപയോഗിച്ചായിരുന്നു. ഇത് ഞാൻ വെറും ചീസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ചെറിയ പിസ്സയുടെ കണക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇതിൽ. അപ്പോൾ ഇതിൽ പെപ്പറാണ് ആഡ് ചെയ്തത്, പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പെപ്പർ ആകുമ്പം അകത്ത് പോയാലും നമുക്ക് നല്ലതാണ്, ജലദോഷമൊന്നും ഉണ്ടാവത്തില്ല കുട്ടികൾക്ക്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ നിറയ്ക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഇതങ്ങ് സെറ്റ് ചെയ്ത്, പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഉണ്ടല്ലോ കുറച്ചുകൂടെ ചീസ് അങ്ങോട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ഫസ്റ്റ് ലെയർ വെച്ച് അതിൻ്റെ മേളിൽ കുറച്ച് ചീസ് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ പൊട്ടറ്റോയും എല്ലാം കൂടി ഉള്ള ആ മിക്സ് വെച്ചതിന് ശേഷം ഏറ്റവും മേളിൽ വീണ്ടും ഞാൻ കുറച്ചുകൂടി ഇത് വയ്ക്കുന്നുണ്ട്, ചീസ്. നല്ല ടേസ്റ്റി ആയത് നന്നായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് ഓപ്പോസിറ്റായിട്ട് കട്ട് ചെയ്യണം. ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ അങ്ങ് കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ നിറച്ച് വെച്ച് നല്ല പൊട്ടറ്റോ ഒക്കെ വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്, വളരെ എമ്മി ആയിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം, കുട്ടികൾക്കും ഉണ്ടാക്കി കഴിപ്പിക്കണം. അപ്പം നമ്മുടെ സാൻഡ്വിച്ചൊക്കെ നിറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് വെക്കുക. അതിൽ റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും ഇടാം, അല്ലെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിലും ഇടാം, നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് കാണിക്കുന്നത്. കുറച്ചങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം അത് ഓരോന്നും എടുത്തങ്ങോട്ട് വെച്ച് നന്നായിട്ട് ഒരു വശം നല്ല ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കൂടെ നിന്ന് ഞാൻ പടയെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്, പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഫുള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ച് വെച്ച് പെട്ടെന്ന് തിരിച്ചു വയ്ക്കുക. അപ്പോൾ തന്നെ ഉണ്ടായി വരും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ യമ്മി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചസ് തയ്യാറാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാണ്, ട്രൈ ചെയ്യുക.